ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അദ്ദേഹത്തിൻ്റെ അർജൻറ്റീന ടീമും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് ഒരു സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കും എന്നൊരു വാർത്ത നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ ഏതാനും മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ലയണൽ മെസ്സി വരാൻ പോകുന്നില്ല, ഒരു പൂച്ചക്കുട്ടിയും ഇവിടെ വരാൻ പോകുന്നില്ല. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് സൗഹൃദ മത്സരം കളിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരോട് മുട്ടാൻ പറ്റിയ ഏതെങ്കിലും ഒരു ടീം കേരളത്തിലല്ല ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അർജൻറ്റീനയോട് ഇന്ത്യയുടെ ടീം കളിക്കുകയാണെങ്കിൽ അവർ 11 ഗോളിന് തോക്കോ 22 ഗോളിന് തോക്കോ എന്നേ സംശയമുള്ളൂ. ഒരുപക്ഷെ നാണമായിട്ട് അർജൻറ്റീനക്കാർ ഒരു പകുതി കളി നിർത്തിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അത്ര ദുർബലമായ ടീമാണ് ഇന്ത്യയുടേത്, കേരളത്തിൻ്റേത്, വേറെ ഏത് സംസ്ഥാനത്തിൻ്റേത്, ഏത് ക്ലബിൻ്റേത്. ഇവരാരും അർജൻറ്റീനയോടല്ല, അവിടുത്തെ സ്കൂൾ കുട്ടികളുടെ ടീമിനോട് പോലും മുട്ടാൻ യോഗ്യതയുള്ളവരല്ല, അർഹതയുള്ളവരല്ല. അതുകൊണ്ട് അർജൻറ്റീന ആവട്ടെ, ബ്രസീലാകട്ടെ, ഫ്രാൻസ് ആകട്ടെ, ജർമ്മനി ആകട്ടെ, ഒരു കാരണവശാലും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ടീമിനോടും കളിക്കാൻ ധൈര്യപ്പെടുകയില്ല. ധൈര്യപ്പെടുക എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ടീമുകളൊക്കെ കളിക്കുന്ന അവർക്ക് അപമാനമാണ്. അതുകൊണ്ടാണ് അവർ കൊറിയയിലോ ജപ്പാനിലൊക്കെ പോയി കളിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അവിടേക്ക് ഇവരോട് മുട്ടാൻ പറ്റിയ ടീമുകളുണ്ട്. അപ്പോഴും അവരെ ജയിക്കുള്ളൂ. എങ്കിൽ പോലും പരാജയം ഒരു 2 ഗോളിനോ 3 ഗോളിലൊക്കെ ഒതുക്കും. ഏഷ്യയിൽ തന്നെ പൊതുവെ ഫുട്ബോൾ ദുർബലമാണ്. ഇവിടെ ഫുട്ബോൾ കളി കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. വലിയ സ്ക്രീൻ വെച്ച് രാത്രി ഉറക്കമുളച്ച് കളി കാണുന്ന ആളുകളുണ്ട്. AC മിലാനും ബാഴ്സലോണയ്ക്കും ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കുമൊക്കെ അവരവരുടെ തട്ടകത്തിലുള്ളേക്കാൾ കൂടുതൽ ആരാധകർ കേരളത്തിലുണ്ട്. അതൊക്കെ ശരിയാണ്. ഇപ്പോൾ ലയണൽ മെസ്സി ആരാധിക്കുന്നവരുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രേമിക്കുന്നവരുണ്ട്, കിലിയൻ എംബാപ്പയുടെ പേര് മക്കൾക്കിട്ട രക്ഷകർത്താക്കൾ വരെയുണ്ട്, എൻ്റെ അറിവിലുണ്ട്. പക്ഷേ എന്ന് വെച്ച് അത് വെറും ഫുട്ബോൾ ഭ്രമമാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഭ്രാന്താണ്. ആ ഭ്രാന്ത് പോരല്ലോ കളിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്ത്യ പോലെ അല്ലെങ്കിൽ കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും അർജൻറ്റീന വരികയില്ല, കളിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ മന്ത്രി അബ്ദുറഹ്മാൻ്റെ തലക്കകത്ത് നിലവിളിച്ചമാണ്. പുള്ളി ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഈ അബ്ദുറഹ്മാൻ ആൾ സത്യത്തിൽ ഒരു പാവമാണ്, ശുദ്ധഗതിക്കാരനാണ്, പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ചേർത്തായിരുന്നു. രമേശ് ജി എവിടെ വന്നാലും ഇദ്ദേഹം പത്തായം പോലൊരു കാറുമായിട്ട് വന്ന് സ്വീകരിച്ച് ആ കാറിൽ കയറ്റിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നീടാണ് പുള്ളിക്ക് കോൺഗ്രസ്സിൽ നിന്നാൽ യാതൊരു ഭാവിയില്ലെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് താനൂർ മത്സരിക്കും. അബ്ദുറഹ്മാൻ 2ാം തവണയെ തോപ്പിച്ച് ഇദ്ദേഹം ആദ്യ MLA, പിന്നൊരു പ്രാവശ്യം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ഡീസൻ്റായിട്ട് തോറ്റു. അതും കഴിഞ്ഞപ്പോഴാണ് പുള്ളി വീണ്ടും താനൂരിൽ നിന്ന് മത്സരിച്ച് PK ഫിറോസിനെ ചെറിയ വ്യത്യാസത്തിൽ തോപ്പിച്ച് അദ്ദേഹം ജയിച്ചു എന്ന് മാത്രമല്ല മന്ത്രിയുമായി. ഈ അബ്ദുറഹ്മാനെ വിശ്വസിച്ച് വലിയ വകുപ്പൊന്നും കൊടുക്കാനായിട്ട് പിണറായി വിജയൻ തയ്യാറായില്ല. പുള്ളിക്ക് കൊടുത്ത വകുപ്പുകളൊക്കെ അത്ര എടുത്താൽ പോകാത്ത വകുപ്പൊന്നുമല്ലോ. ഒന്ന് വഖഫ്, പിന്നെ ന്യൂനപക്ഷ ക്ഷേമം, പിന്നെ സ്പോർട്സ് യുവജനക്ഷേമം, ഇങ്ങനെയൊക്കെയുള്ള തൂക്കട തരികട വകുപ്പുകളെ കൊടുത്തു. കൊള്ളാവുന്ന വകുപ്പൊക്കെ പുള്ളി സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും മരുമോനും ഒക്കെ ആയിട്ട് കൊടുത്തു. അതുപോട്ടെ, ഏതായാലും അബ്ദുറഹ്മാന് കിട്ടിയ വകുപ്പ് സ്പോർട്സാണ്. എന്നാൽ സ്പോർട്സ് നന്നായി കളയാം എന്ന് പുള്ളി വിചാരിച്ചു. അതിനെ പുള്ളി നോക്കിയപ്പോൾ ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം ഈ ഫുട്ബോൾ പ്രേമികൾ, പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ ഫാൻസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം മലപ്പുറമാണ്. അപ്പോൾ ലയണൽ മെസ്സിയെ മഞ്ചേരിയിലോ നിലമ്പൂരോ എവിടെയെങ്കിലും കൊടുത്ത് സെവൻസ് കളിപ്പിക്കുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ്റെ പേര് ആഭ്യന്തരതാരം നിലനിൽക്കും. ഇതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് മന്ത്രിയായിട്ടുണ്ട്, പിന്നെ CH മുഹമ്മദ് കോയയുണ്ട്, വേറെ പല ആളുകളും ജയിച്ച് ആ സ്ഥാനത്ത് വന്നിട്ട്, ഈവൻ KT ജലീൽ വരെയുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും CHൻ്റെ കാലത്ത് പെലയെ കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് ബാറ്റിസ്റ്റൂട്ടിയെ കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പൗലോ റോസിയെ കൊണ്ടുവരാൻ പറ്റിയില്ല, റൊണാൾഡോയെ കൊണ്ടുവരാൻ പറ്റിയില്ല, അവരാരും കൊണ്ടുവരാൻ പറ്റിയില്ല. അബ്ദുറഹ്മാൻ സ്പോർട്സ് മന്ത്രി ആയിരുന്നപ്പോഴാണ് ലയണൽ മെസ്സിയെ മലപ്പുറത്ത് കൂട്ടുന്നത്, അല്ലെങ്കിൽ മഞ്ചേരി സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സി ആദ്യമായിട്ട് കളിച്ചത് എന്നൊക്കെ പുള്ളിക്ക് ഖ്യാതി അടിക്കാൻ പറ്റും. മലപ്പുറം ജില്ലയും ഫുട്ബോൾ കളിയുള്ളിടത്തോളം കാലം അബ്ദുറഹ്മാൻ്റെ പേര് തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അപ്പോൾ ആരോ പറഞ്ഞ പുള്ളിയെടുത്ത് നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ലയണൽ മെസ്സിയെ മാത്രമല്ല മുഴുവൻ അർജൻറ്റീന ടീമിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അവരിവിടെ വന്ന് കളിക്കും. ആ കളിയോടുകൂടി ഇക്കാൻ്റെ പേര് ലോകപ്രസിദ്ധമാവും.
പിന്നെ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ സ്വതന്ത്രൻ അബ്ദുറഹ്മാനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. ഇത് കേട്ട് പുള്ളി കോരിത്തരിക്കുകയും ലയണൽ മെസ്സിയെ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു പ്രഖ്യാപനമല്ല, ഇടക്കിടക്ക് പുള്ളി പ്രഖ്യാപിക്കും. അടുത്ത ആഴ്ച, പിന്നത്തെ ആഴ്ച, അതിൻ്റെ പിന്നത്തെ ആഴ്ച അതാ വരുന്നു മെസ്സി. ഇത് കേട്ട് മലപ്പുറം ജില്ലയിലെ കുറച്ച് ശുദ്ധാത്മാക്കളെങ്കിലും വിശ്വസിച്ചു. ലയണൽ മെസ്സി മലപ്പുറത്ത് മഞ്ചേരി അല്ലെങ്കിൽ തൃശ്ശൂർ, ഏറ്റവും കുറഞ്ഞ് എറണാകുളം നെഹ്റു സ്റ്റേഡിയത്തിലെങ്കിലും വന്ന് പന്ത് തട്ടും എന്ന് കരുതി ആളുകൾ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. ട്രെയിനിൻ്റെ ടിക്കറ്റും ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫുട്ബോൾ കാണാനുള്ള ടിക്കറ്റ് കൊടുത്തു. പക്ഷേ അബ്ദുറഹ്മാന് ചെറിയൊരു അബദ്ധം പറ്റി. പുള്ളി ഇതിൻ്റെ സ്പോൺസറായിട്ട് കണ്ടെത്തിയത് നമ്മുടെ വിഖ്യാതമായ മരമുറി ചാനലിനെയാണ്. മനോരമയെ ഏൽപ്പിച്ചെങ്കിൽ അവരെങ്ങനെയെങ്കിലും കൂട്ടുന്നതിന്. അവർക്ക് അതിനൊക്കെ സംവിധാനമുണ്ട്, ആപതുണ്ട്. പറ്റാത്ത പണിക്ക് അവർ നിൽക്കില്ല. ലയണൽ മെസ്സിയെ എവിടെന്നെങ്കിലും ചാക്കിട്ട് കൂടുന്നതിന്. അല്ലെങ്കിൽ നമ്മുടെ ബോച്ചയോട് പറഞ്ഞാൽ മതിയായിരുന്നു. ബോച്ചയുടെ ഉറ്റ സുഹൃത്തായിരുന്നു മറഡോണ. പുള്ളി ഒന്നുകൂടെ ആഞ്ഞു പിടിച്ചാൽ ലയണൽ മെസ്സിയെ കിട്ടിയാണ്. അതും ചെയ്തില്ല. അതിന് പകരം ഈ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാട്ടിലെ തടി വെട്ടിക്കൊണ്ടുപോയ ചാനലുകാരനെയാണ് പിടിച്ചിട്ട് പുള്ളി സ്പോൺസറായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ തന്നെ അബ്ദുറഹ്മാൻ്റെ ബുദ്ധി എത്ര വലിയ ബുദ്ധിയാണെന്ന് മനസ്സിലായില്ലേ. ഇയാളുടെ തലക്കകത്ത് നിലാവിളിച്ചോണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാണ്. മന്ത്രി അബ്ദുറഹ്മാൻ്റെ തലക്കകത്ത് അറക്കപ്പൊടിയാണ്, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കാണ്. രണ്ടായാലും വലിയ വ്യത്യാസമില്ല. ഈ മരമുറി ചാനലുകാരനെ വിശ്വസിച്ച് പുള്ളി ലയണൽ മെസ്സിയെ കൊണ്ടുവരാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ഇയാൾ എന്തൊരു വലിയ ശുംഭനാണ്, എത്ര വലിയ വിഡ്ഢിയാണെന്ന് മനസ്സിലായില്ലേ. മരമുറിക്കാരൻ ഇതും പറഞ്ഞ് ഖ്യാതി അടിച്ചു. ഇതാ കൊണ്ടിരുന്നു അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച ഞമ്മൻ്റെ ചാനൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു. കുറേ പൊട്ടന്മാരത് വിശ്വസിച്ചു. ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കുകയില്ല. കാരണം മരമുറിക്കാരൻ ആളുകൾക്കറിയാം. മന്ത്രി അബ്ദുറഹ്മാന് മാത്രമേ ഇയാളെ അറിയാതെയുള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേട്ടതെന്ന് വെച്ചാൽ ഈ മെസ്സി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണശാലക്കാരുടെ അടുത്തു നിന്നൊക്കെ പണം വ്യാപകമായിട്ട് പിരിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിലും മരമുറിക്കാരൻ വന്നാൽ പിന്നെ പിരിവ് ഒരിക്കലും മോശമാവില്ല. ഇദ്ദേഹം പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറെ അമിതാഭ് ബച്ചനെയും പരസ്യത്തിൽ കൂടുന്നു. അവരൊന്നും അറിഞ്ഞിട്ടില്ല. അവരുടെ പടം വച്ച് എം ഫോൺ അഥവാ മാംഗോ ഫോൺ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കാൻ പോയ ആൾ. മാംഗോ ഫോൺ ഇപ്പോൾ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന അതാണല്ലോ. സാംസങ്, നോക്കിയൊക്കെ പൂട്ടിയിട്ട് മാംഗോ ഫോണായി. കാരണം പുള്ളിയുടെ ഭാവനയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ മാംഗോ ഫോൺ. അത് ഭാവനയിൽ തന്നെ അവസാനിക്കുകയും ചെയ്തു. അന്ന് ഈ പരസ്യം വന്നാലും അമിതാഭ് ബച്ചൻ പറഞ്ഞില്ല, സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞില്ല. അതാണ് നമ്മുടെ അഗസ്റ്റിൻ ബ്രദേഴ്സ് അഥവാ മരമുറി ചാനൽ. അന്ന് ചാനൽ തുടങ്ങിയിട്ടില്ല, ചാനൽ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഉടായിപ്പുകൾ നടത്തുന്ന ടീംസാണ്. അവരുടെ വാക്ക് കേട്ടിട്ട് അബ്ദുറഹ്മാൻ മെസ്സിയെ കൊണ്ടുവരാൻ പോയത്. എന്തിനാ മെസ്സിയിൽ നിർത്തിയത്? അർജൻറ്റീനയുടെ പുറകെ ഫ്രാൻസും വരും. കിളിയൻ എംബാപ്പെ കൊച്ചിയിൽ പന്ത് തട്ടും, അല്ലെങ്കിൽ മലപ്പുറത്ത് സെവൻസ് കളിക്കും എന്ന് പറയായിരുന്നു. എങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല ഇതുമില്ല, അമ്മയുടെ ദീക്ഷയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായി. അബ്ദുറഹ്മാൻ പറയുന്നത് സ്പോൺസർമാർ പറ്റിച്ചു എന്നാണ്. സ്പോൺസർമാർ പറഞ്ഞത് മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ വഴിയായിരിക്കും പുള്ളി ഇപ്പോഴും വരിക. അതിനുവേണ്ട കടലാസുകൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ കൊടുത്തു, പോലീസിലും ഫയർഫോഴ്സിലും അപേക്ഷ കൊടുത്തു. അവിടെ നിന്നൊക്കെ ക്ലിയറൻസ് കിട്ടി. ഇനി കേന്ദ്ര വിദേശ മന്ത്രാലയം ഒന്ന് അനുവദിക്കണം. അതും മാത്രം പോരാ, പിന്നെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, നമ്മുടെ KFAയുടെ അർജൻറ്റീന ഫോം. അവർ ബ്യൂണോസ് അയേഴ്സിലാണ്. അവിടേക്ക് ഇംഗ്ലീഷിൽ എഴുതി അയച്ച കത്ത് മടങ്ങി വന്നു. അവർക്ക് സ്പാനിഷ് മാത്രമേ അറിയൂ. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ കത്ത് ഇനി സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് പൈസ കെട്ടിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കെട്ടിവെച്ച് അവർ അവിടെ നിന്ന് ആനയിച്ച് നാദസ്വരത്തോടുകൂടി ആ കുരുത്തോലയൊക്കെ കീറി തൂക്കി കൊലവാഴയൊക്കെ വെച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മെസ്സിയുടെ കാലശേഷമാണെങ്കിൽ പോലും ആ ടീം ഇവിടെ വരും. എന്നാന്ന് പറയാൻ പറ്റില്ല. അടുത്ത ആഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച ആയിരിക്കും, ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പിന്നത്തെ കൊല്ലമായിരിക്കും. ഏതായാലും ഈ സഹസ്രാബ്ദത്തിൽ മെസ്സി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് ഈ അഗസ്റ്റിൻ പുണ്യാളൻ അല്പം മുമ്പ് TV പറഞ്ഞത് ഞാൻ കേട്ടത്. അപ്പോൾ ഇതുപോലുള്ള എംബോക്കികളാണ് മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം പ്രമാണിച്ച് മലപ്പുറത്ത് മെസ്സിയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ ഖ്യാതി അടിക്കാൻ നിന്നത്. ഏതായാലും ഗുരുത്വം ദൈവാദിനം. മെസ്സി വരുന്നില്ല, അർജൻറ്റീനയും വരുന്നില്ല. അബ്ദുറഹ്മാന് വേണമെങ്കിൽ മലപ്പുറത്തു നിന്നുള്ള ഏതെങ്കിലും ടീമിനെ അർജൻറ്റീനയിൽ കൊണ്ടുപോയിട്ട് സെവൻസ് കളിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ രസമായിരിക്കും. അവർ ഇതുപോലത്തെ ഒരു കളിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ വഴിക്ക് ശ്രമിക്കേ. പിന്നെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.